Welcome back to another episode ഓഫ് ഓഫ് ഞാനിതിന് പേരൊന്നും ഇട്ടിട്ടില്ലേ. പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കണ്ടൻറ്റ് അപ്പോൾ ഞാൻ എവിടെ പോകുന്നു വിചാരിച്ചപ്പോഴാണ് ഈ NHS വീണ് കിട്ടിയത്. ഇത് കൊള്ളാം, കുറേ ആവശ്യക്കാരുണ്ട്. പിന്നെ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് അഡ്മിനെ പറ്റി അല്ലാണ്ട് ഡോക്ടറെ പറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് NHS അപ്ലൈ ചെയ്യുമ്പോൾ ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെ ഈസി ആയിട്ട് വൃത്തിക്ക് എഴുതാം. ഈ ഭയങ്കര സ്കില്ലുള്ള റിക്രൂട്ടേഴ്സിനെ ഞെട്ടിക്കാൻ പറ്റിയ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എഴുതാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല കേട്ടോ. ഞാനൊരു ആവറേജ് ബുദ്ധിയുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് അറിയാത്തവർക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. സംഭവമൊന്നുമില്ല. എല്ലാ ജോബിനും അവർ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ജോബിനും അവർ പേഴ്സണൽ സ്പെസിഫിക്കേഷനും വർക്ക് സ്പെസിഫിക്കേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സ്പെസിഫിക്കേഷൻ്റെ താഴെ എസെൻഷ്യൽ ക്രൈറ്റീരിയയും ഡിസൈറബിൾ ക്രൈറ്റീരിയയും ഉണ്ടാവും. അതുപോലെ തന്നെ വർക്ക് സ്പെസിഫിക്കേഷന് താഴെയും ഈ പറഞ്ഞ രണ്ട് സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സപ്പോർട്ട് ഇൻഫർമേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് എടുത്തിട്ട് നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സ്പെസിഫിക്കേഷൻസും ഡിസൈറബിൾ ക്രൈറ്റീരിയയും നിങ്ങൾക്ക് ഇതുപോലെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരു ഐഡിയൽ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത വാർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞ ജോലിയുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കാണിക്കാം. ഇതെനിക്ക് ഫസ്റ്റ് കിട്ടിയ വാർഡ് ക്ലർക്ക് എന്നുള്ള ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇതാണ് അതിൻ്റെ പേഴ്സണൽ സ്പെസിഫിക്കേഷനും എക്സ്പീരിയൻസ് സ്പെസിഫിക്കേഷനും. ഇനി നിങ്ങൾ എൻ്റെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് മാക്സിമം പേഴ്സണൽ സ്പെസിഫിക്കേഷനും വർക്ക് സ്പെസിഫിക്കേഷനായിട്ട് മാച്ച് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഡൊമസ്റ്റിക്കിൽ നിന്ന് വന്ന ഒരാളായ കാരണം ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിനെ പറ്റി കുറച്ച് ഫെമിലിയർ ആണെന്നുള്ള പോയിന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാർഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഈ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ്, ഒരു ഹയറിംഗ് മാനേജർ പൊസിഷനിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു തന്നതാണ്. ഞാൻ അതനുസരിച്ച് ചെയ്തു, എനിക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടി. അപ്പോൾ ഒരു തുടക്കക്കാരന് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ NHS അപ്ലൈ ചെയ്യുമ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഹാക്കുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്താൽ മതി, കാരണം അതിന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിസയുടെ കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിസ എന്നുള്ള സംഭവം പറഞ്ഞ് എന്നെ ആരും വിളിക്കാൻ വേണ്ട, മെസ്സേജ് അയക്കാൻ വേണ്ട, എനിക്ക് സംഭവം അറിയാൻ പാടില്ല. വിസ എന്ന് പറയുന്ന സാധനം ഒരു വള്ളി പിടിച്ച സാധനമാണ്. അത് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അത് പുഷ് ചെയ്യണമെങ്കിൽ ഞാൻ കുറേ നുണ പറയേണ്ടി വരും. പിന്നെ ഈ വിസയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അപ്ലൈ ചെയ്തിട്ട് അതേ സെയിം വഴി, അതേ ഏജൻസി, അതേ ഒരു സംഭവത്തിൽ കൂടെ തന്നെ രണ്ടാമത് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ കിട്ടിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല. അത് കാരണം വിസയുടെ കാര്യത്തിൽ ഒരാൾ പോയ വഴിയിലൂടെ നിങ്ങൾ പോകാൻ പറയാൻ അങ്ങനെ ഒരു വഴിയില്ല. എല്ലാം ട്രൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത തവണ സന്ധിക്കും വരയ്ക്കും വണക്കം.